1 കോടിയിലേറെ മുടക്കി ഒന്നിനും പ്രയോജനം ചെയ്യാതെ കിടക്കുന്ന 2 വാഹനങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ നഗരസഭയിലെ വിവാദ വിഷയം. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ 1 കോടിയിലേറെ രൂപ മുടക്കി ആലപ്പുഴ നഗരസഭ വാങ്ങിയ 2 മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മാസങ്ങളായി വെറുതെ കിടന്ന് നശിക്കുകയാണ്. ഇനിയും പ്രവർത്തിപ്പിക്കാതെ കിടന്നാൽ കേടുപാടുകൾ സംഭവിച്ച് പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകും. ഇത് സംബന്ധിച്ച് പ്ലാന്റ് വിതരണം ചെയ്ത കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടും നഗരസഭയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. മാലിന്യ വിമുക്ത കേരളത്തിനായി കോടികൾ മുടക്കി വാങ്ങിയ 2 വാഹനങ്ങളാണ് മാസങ്ങളായി ഈ വിധം വെറുതെ കിടന്ന് നശിക്കുന്നത്. കനാലുകളും തോടുകളും നിറഞ്ഞ ആലപ്പുഴ നഗരത്തിൽ ശുചിമുറി മാലിന്യം വ്യാപകമായി ജലാശയത്തിലേക്ക് തള്ളുന്നു എന്ന പരാതി വ്യാപകമാണ്. നാളുകളായി നാട്ടുകാരും നഗരസഭയിലെ പ്രതിപക്ഷവും ഉയർത്തുന്ന ആവശ്യവുമായിരുന്നു ശുചിമുറി മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം. ഒരു പ്ലാന്റിന് 48 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ ജനുവരിയിലാണ് ആലപ്പുഴ നഗരസഭ 2 പ്ലാന്റുകൾ വാങ്ങിയത്. പ്ലാന്റിന്റെ വിലയ്ക്ക് പുറമെ മറ്റു ചെലവുകളും നഗരസഭ തന്നെ വഹിച്ചു. എന്നാൽ 1 കോടിയിലേറെ മുടക്കിയിട്ടും പ്ലാന്റിനെ പ്രയോജനപ്പെടുത്താൻ നഗരസഭയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അധികൃതരുടെ അലംഭാവമാണ് ഇതിന് പിന്നിലെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു. സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണമെന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഈ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് മൊബൈൽ യൂണിറ്റുകളാണ് വാങ്ങിയത്. 2 വാഹനങ്ങൾ വാങ്ങി. അപ്പോൾ ട്രീറ്റ് ചെയ്ത ശേഷമുള്ള സോളിഡ് വേസ്റ്റ് കൊണ്ട് കളയുന്നതിനുള്ള സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വരെ തീരുമാനം എത്തിയതാണ്. അതിൽ കുറച്ച് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിലും തീരുമാനം എത്തിയതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞൊരു 6 മാസക്കാലമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നഗരസഭയുടെ ഭരണം LDF-നാണ്. നഗരസഭയുടെ ഇത്തരം കെടുകാര്യസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് ആലപ്പുഴ DCC അംഗം ബഷീർ കോയാപ്പറമ്പിൽ. കഴിഞ്ഞ 4 കൊല്ലമായി ഇത് തന്നെ തുടരുകയാണ്. എല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, കാശ് മേടിക്കുന്ന അഴിമതി നടത്തുക, ഇതൊക്കെയാണ് നഗരസഭ 4 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ആലപ്പുഴ ടൗൺ ഹാളിൻ്റെ പുറകിൽ ഫ്രണ്ടിലെ റോഡിൽ ഇട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്ലാന്റുകൾ വാങ്ങിയത്. ഏകദേശം 1/2 കോടി രൂപ വരും ഒരു വണ്ടിക്ക്. അതിൻ്റെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള ചിലവൊക്കെ വേറെയാണ്. പക്ഷേ ഇത് പർച്ചേസ് ചെയ്തത് 48 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെ 1 കോടിക്ക് അടുത്ത് രൂപ ചിലവാക്കി ആലപ്പുഴ മുനിസിപ്പാലിറ്റി സ്വന്തമാക്കി ഈ 2 വാഹനങ്ങൾ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഹൗസ് ബോട്ടിലെ മേഖലയിലുമാണ്. അതൊന്നും പാലിക്കാൻ സാധിച്ചില്ല. അത് ഏതോ ഒരു 2-3 വകുപ്പുകൾ, മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരം കാരണം ഇത് ഉപേക്ഷിക്കപ്പെടുന്നില്ല, അവിടെ കിടക്കുകയാണ്. സെപ്റ്റിക് ടാങ്കിലെ ശുചിമുറി മാലിന്യത്തോടൊപ്പം നഗരസഭാ പരിധിയിലെ ഹൗസ് ബോട്ടുകളിലെ ശുചിമുറി മാലിന്യം കൂടി സംസ്കരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഹൗസ് ബോട്ടുകളിലെ മാലിന്യം ശേഖരിക്കാൻ സാങ്കേതികമായ ഭേദഗതികൾ വരുത്തണമെന്നാണ് കമ്പനി അറിയിക്കുന്നത്. സംസ്കരിച്ച ശേഷം പുറത്തേക്ക് കളയുന്ന വെള്ളത്തെ സംബന്ധിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡമാണ് പ്രധാന തടസ്സം. 1 മാസം പ്രവർത്തിപ്പിച്ചു എന്നാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. പിന്നീട് പ്ലാന്റിനുണ്ടായ സാങ്കേതിക പരിമിതികളാണ് മാലിന്യ ശേഖരണത്തിന് തടസ്സമെന്നാണ് നഗരസഭയുടെ വാദം. ഇവിടെ ആലപ്പുഴ നഗരസഭയും പ്ലാന്റ് നൽകിയ കമ്പനിയും 2 വാദങ്ങളാണ് ഉയർത്തുന്നത്. അപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയും ആവശ്യത്തിന് പഠനം നടത്താതെയും എന്തിന് ഇത്രയും അധികം പണം മുടക്കി എന്ന ചോദ്യമാണ് ഉയരുന്നത്. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ.